നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്മകൾ മാത്രം ഉണ്ടാവട്ടെ നേരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ഒരുപാട് റിക്വസ്റ്റ് വന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് നോക്കണം. ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ആവാൻ അങ്ങനെയല്ല, ഒരു രണ്ട് വ്യക്തികളുടെ ഇടയിൽ കടന്നു കയറുന്ന, ചിലപ്പോൾ വീട്ടുകാരാവാം, ഫ്രണ്ട്സ് ആവാം, അങ്ങനെ മൂന്നാം കക്ഷിയായിട്ട് വന്ന് കയറുന്ന ഒരു വ്യക്തിയെ നമ്മൾ തേർഡ് പാർട്ടി എന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ കൊണ്ടാണ് ഞാനതൊരു ക്ലാരിറ്റി തന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. ഇത് നിങ്ങൾ എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. ഫോഴ്സ്ഫുള്ളി നമ്മളിലേക്ക് ഇത് വലിച്ചടുപ്പിക്കരുത്. നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളിത് കണ്ടാൽ മതി, അല്ലെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്ത് വിടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പേഴ്സണലായിട്ടൊരു റീഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുന്നതും അതുവഴി യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അതേപോലെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പിൽ ക്യാഷ് അടച്ച് കയറാവുന്നതാണ്. മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ഞാൻ 10 ദിവസം കൂടുമ്പം 2 കാർഡ് റീഡിങ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. അതെൻ്റെ മെമ്പേഴ്സിന് മാത്രമാണ്. അതേപോലെ എൻ്റെ ചാനൽ സ്നേഹിക്കുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. എൻ്റെ ചാനൽ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ലൈക്ക് ചെയ്തിട്ട് വീഡിയോയിലോട്ട് പോകാം. വളരെ പീസ്ഫുള്ളായിട്ടിരുന്ന് നിങ്ങളെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിച്ച് പോസിറ്റീവ് മൈൻഡോടുകൂടി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് റീഡിങ്ങിൽ കാണുക. ഓക്കെ, നമുക്ക് കാർഡ്സ് എടുക്കാം. പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരിക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഹെർമിറ്റ് കാർഡാണ് ഇപ്പോഴത്തെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു മൈൻഡായിട്ടും ഇപ്പോഴത്തെ സാഹചര്യമായിട്ടും ഒക്കെ എനിക്ക് കിട്ടുന്നത്. അപ്പം ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിൽ ആരാണോ ഇപ്പോൾ തേർഡ് പാർട്ടി എന്നതുള്ളൊരു ക്ലാരിറ്റി പലരും ചോദിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി എന്നാൽ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് മൂന്നാം കക്ഷിയായിട്ട് വരുന്ന ഒരാളാണ്. അതിന് എതിരായിട്ട്, അതിന് തടസ്സമായിട്ട്, അതിന് പലരും ആവാം. അത് ഒരു സ്ത്രീയോ പുരുഷനോ ആവണമെന്നില്ല. അപ്പം പേരൻസ് ആവാം, അതിനകത്ത് പലരും ആവാം. ഓക്കെ, ഫ്രണ്ട്സ് ആവാം, അങ്ങനെയൊക്കെ ആവാം. ഓക്കെ, അപ്പം ഹെർമിറ്റ് കാർഡ് വന്നതുകൊണ്ട് മേജർ അർക്കാന കാർഡാണ്. ഇപ്പം ഇവർ ചെയ്യുന്നതിന് ഇവർക്ക് കുറ്റബോധമുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് തെറ്റാണോ അല്ലെ ശരിയാണോ എന്നൊക്കെ സ്വയം അനലൈസ് ചെയ്യുന്നുണ്ട്. ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ അവരവിടെ. അപ്പോൾ അവർക്ക് വിചാരിക്കുന്നത് പോലെയുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എത്ര ശ്രമിച്ചിട്ടും ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ആ ഒരു പരിശ്രമിച്ചിട്ടും വിജയിക്കാത്തത് കൊണ്ട് അവർക്ക് ആ ചെയ്തത് തെറ്റാണെന്നുള്ളൊരു ബോധം മനസ്സിനകത്തുണ്ട്. അപ്പം അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്, സ്വയം അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇപ്പം അവരുടെ ഒരു സിറ്റുവേഷനായിട്ട്. 6 ഓഫ് വാണ്ട്സ് ബ്ലോക്കേജ് ആയിട്ട് എനിക്ക് കിട്ടുമ്പോൾ, അതെ ഞാൻ പറഞ്ഞത് തന്നെ, അവർക്ക് ഈ ഒരു ലൈഫിൽ ഒരു വിജയം കിട്ടുന്നില്ല. അതാണ് തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അവരുടെ കറണ്ട് സിറ്റുവേഷൻ ഇത് 6 ഓഫ് വാണ്ട്സ് ബ്ലോക്കേജ് ആയിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് വിജയമില്ല. അവർ എത്ര പരിശ്രമിച്ചിട്ടും അവർക്ക് അവിടെ വിജയിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരാകെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് എനിക്ക് കാണുന്നത്. പരിശ്രമിച്ചിട്ട് എല്ലാത്തിനും ഒടുവിൽ നിരാശയാണ് ഫലം. അത് സ്വയം താൻ ചെയ്ത കാര്യങ്ങൾ തെറ്റാണ്, അതുകൊണ്ടായിരിക്കും എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്.
ടു ഓഫ് കപ്സ്, അവരൊരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുമായിട്ട്. പക്ഷേ അവർ ഇത്രയൊക്കെ ആണെങ്കിലും അവരുടെ പരിശ്രമം, അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുനിന്ന് വിട്ടു പോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെയും പിന്നെയും അവർ അതിനകത്ത് തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം അവർക്ക് ഈ റിലേഷനകത്ത് സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടുന്നില്ല. സ്വയം കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടലും നിരാശയും ഒക്കെയാണ്, വിജയമില്ല എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് അവരുടെ ആ ഒരു സ്ട്രോങ് കണക്ഷനാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനകത്തുനിന്ന് ഒന്നും സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതിനകത്ത് അവരൊരുപാട് ദുഃഖിക്കുന്നുണ്ട്. ആ ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ അവർ കണ്ടിന്യൂ ചെയ്തു പോകാൻ, ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്തു പോകാൻ, അല്ലെ ഈ ഒരു സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ വ്യക്തിയെ വേറെ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് അവർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. എങ്ങനെയായാലും ശ്രമിച്ചിട്ട് ഈ ഒരു റിലേഷൻ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആർക്കും വിട്ടുകൊടുക്കാതെ നിൽക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. പേജ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. ഒരു പൊരുതാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പേജ് ഓഫ് വാൺസ്. അപ്പം ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച് ഇവിടം വരെ തരണം ചെയ്ത് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തീപ്പൊരി, ഫയർ എലമെൻ്റ് ആണ് അവർ. ഒന്നിലും വിട്ടുകൊടുക്കില്ല, ഞാനിവിടെ പിടിച്ചു നിൽക്കും അല്ലെ മുന്നേറും എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അവർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി അതിന് വില്ലിങ് അല്ലായിരിക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് മജീഷ്യനാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവർ പല രീതിയിലും പ്രയത്നിച്ച് നോക്കുന്നുണ്ട് ഈ റിലേഷനകത്ത്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ പല മീനിങ് ഉണ്ട്. തീവ്രമായിട്ടുള്ള അട്രാക്ഷൻ, അവർക്ക് ഈ ഒരു റിലേഷനകത്ത് ഭയങ്കര അട്രാക്ഷനാണ്. അതിന് വേണ്ടിയിട്ട് മജീഷ്യൻ എന്ന് പറയുമ്പോൾ മാന്ത്രികൻ എന്ന് അല്ലേ, മാന്ത്രികനാണ് മജീഷ്യൻ. അതിനു വേണ്ടി അവർ എന്തും ചെയ്യും എന്നുള്ളതാണ്. അത് നേരായ മാർഗം അല്ലെങ്കിൽ വളഞ്ഞ വഴി കൂടെങ്കിലും അവർ ഈ ഒരു റിലേഷൻ നിലനിർത്താനായിട്ട് അത് സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടി എന്തും ചെയ്യും. നിലനിൽപ്പിന് വേണ്ടി കള്ളങ്ങൾ പറയും, കൺകെട്ട് കാണിക്കാം, ബ്ലാക്ക് മാജിക്കൽ സിറ്റുവേഷൻ ചെയ്യാം. അങ്ങനെയുള്ള പല പല മാന്ത്രിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ ഒരു റിലേഷൻ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്നതിനെല്ലാം ഇവർക്ക് തിരിച്ചടി കിട്ടുന്നുണ്ട്. ഇവർ എങ്ങനെ വീണാലും നാല് കാലയിലെന്ന് പറയുന്നത് പോലെയാണ് ഇവരുടെ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം വെച്ചാൽ കള്ളത്തരം നിലനിൽപ്പിന് വേണ്ടി ഇവരെന്തും ചെയ്യും എന്നുള്ളത് തന്നെ ഇവിടെ പറയാം. മജീഷ്യൻ വന്നതുകൊണ്ട്, മേജർ ആർക്കാന കാർഡാണ്, അങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ല, തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു സാഹചര്യമാണ് എനിക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് ഇവർ ഏതറ്റം വരെയും പോകും, എന്ത് കള്ളത്തരവും കാണിക്കും, എന്ത് മാന്ത്രിക വിദ്യയും ഇവർ ചെയ്യും. മജീഷ്യൻ, മാന്ത്രികം എന്ന് വെച്ചാൽ മാന്ത്രികനാണ് മജീഷ്യൻ എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് മാജിക് ചെയ്യാനും അവർ മടിക്കില്ല എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ ഏത് സാഹചര്യത്തിലും അവരവിടെ പിടിച്ചു നിർത്തും, മറ്റാർക്കും വിട്ടു കൊടുക്കില്ല എന്ന് തന്നെ ഒരു ദൃഢതയോടുകൂടി തന്നെ ഒരു മനസ്സോടുകൂടി നിൽക്കുകയാണ്. പക്ഷേ അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നിട്ടും അവർ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ഓക്കെ, അതെ, നൈറ്റ് ഓഫ് സോൾസ് ആണ്. വളരെ ക്ലാരിറ്റിയോടുകൂടി വളരെ ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ് അവർ നടത്തുന്നത് എന്നുള്ളതാണ്. വെച്ചാൽ ഈ ഒരു നൈറ്റ് ഓഫ് സോൾസിൻ്റെ ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. എയർ എലമെൻ്റ് ആണ്. പിന്നെ ഇവർ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ എടുത്തു ചാടി വളരെ കാര്യങ്ങൾ അതിവേഗത്തിൽ എന്തും വളരെ വേഗത്തിൽ നടത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അത് എന്തുമായിക്കൊള്ളട്ടെ, അവർ വിചാരിക്കുന്ന കാര്യം അവർക്ക് സാധിക്കണം. അതിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മജീഷ്യൻ വന്നതുകൊണ്ട്. അപ്പോൾ മനസ്സിൽ ഒന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അത് നേടിയെടുക്കണം. അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്നത് പോലെ അത്, പക്ഷേ കാള പറ്റുമെന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ കയറും എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്വഭാവവുമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്ത് ചെയ്യാം, അല്ലെ ഈ ഒരു റിലേഷന് വേണ്ടി ഏതറ്റം വരെ പോകാം, എന്തൊക്കെ ചെയ്യാം, വളരെ കണ്ണിങ് ആയിട്ടാണ് അവർ നിൽക്കുന്നത്. ഒരു ബുദ്ധിയെ സൂചിച്ച് ക്ലാരിറ്റിയാണ് അവർക്ക്. എന്നുവെച്ചാൽ മാനുഷിക പരിഗണനയെക്കാട്ടിയും അവർക്ക് അവരുടെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടത്തിയെടുക്കണം. കാരണം അവർ ഈ ഒരു ഇതിനകത്ത് തന്നെ ശ്രദ്ധയൂന്നി നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ്. അതിനുവേണ്ടി അവരെന്തും ചെയ്യും. കാരണം അവർ
വിട്ടുകൊടുക്കാനല്ലത് നേടിയെടുത്തത് എന്നുള്ളത്. എന്ന് വെച്ചാൽ അത് വളഞ്ഞ വഴിയിൽ കൂടെയാണ് അവർ നേടിയെടുത്തത്. അതെങ്ങനെയും അത് നിലനിർത്തണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, ഫുൾ കാർഡാണ് വന്നത്. എന്തും വരട്ടെ എന്നുള്ളൊരു രീതിയിൽ, അതിനിടയിൽ എന്ത് സംഭവിക്കട്ടെ, ആർക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ, എന്തും വരട്ടെ, എനിക്കതൊന്നും പ്രശ്നമില്ല, ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു രീതിയിൽ. ആരുടെ ജീവിതവും തകർന്നോട്ടെ, ആര് വേണമെന്നുണ്ടെങ്കിലും, ആരുടെ ജീവൻ വേണമെങ്കിലും പോയിക്കൊള്ളട്ടെ, ആർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ റിസ്ക് എടുത്ത് മുന്നോട്ട് പോവാൻ തയ്യാറാണ് എന്നുള്ളൊരു രീതിയിൽ എടുത്ത് ചാടി മുന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ്. മുന്നും പിന്നും ഒന്നും നോക്കുന്നില്ല, വിജയം കണ്ടേ അടങ്ങൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ നൈറ്റ് ഓഫ് സോൾസ് റിസ്ക് എടുക്കാൻ വെച്ചാൽ ഇവർക്ക് ഈ ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. മേജർ ആർക്കാന കാർഡാണ്. പ്രായത്തിനൊത്ത പക്വതയില്ലാത്ത ചെയ്തികളാണ് ചെയ്യുന്നത്. പക്വതയോടുകൂടിയല്ല കാര്യങ്ങൾ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എടുത്ത് ചാടി അങ്ങ് മുന്നോട്ട് പോവുകയാണ്. അവർക്ക് അവരുടെ വഴിയാണ്, ലക്ഷ്യമാണ് പ്രധാനം. അതിന് ഏത് വഴിയും അവർ സ്വീകരിക്കും എന്നുള്ളൊരു സാഹചര്യമാണ്. അത് പക്വതയില്ലായ്മയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫുൾ കാർഡ് സൂചിപ്പിക്കുന്നത് പ്രായത്തിനൊത്ത പക്വതയില്ല. അതാണ് അത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ മറ്റുള്ള ഏതെങ്കിലും റിലേഷൻഷിപ്പ് കൈക്കലാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാർ തന്നെ ആയിരിക്കാം. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം എന്നൊക്കെ പറയാം. നമ്മളിപ്പം ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും ഇടയിലുള്ള ലേഡിയോ അല്ലെങ്കിൽ ഒരു ഒരു അല്ലാതുള്ളൊരു പുരുഷനോ അല്ല ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ചിലപ്പോൾ പേരൻസ് ആയിരിക്കാം, ചിലപ്പം ഫ്രണ്ട്സ് ആയിരിക്കാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെയാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിലെ ആൾക്കാരാണ് എനിക്കിവിടെ കാണുന്നത്. മൈൻഡ് വളരെ കണ്ണിങ് ആയിട്ട് അവരുടെ ലക്ഷ്യങ്ങൾ എങ്ങനെയെങ്കിലും നിറവേറ്റണം, അതിന് ഏത് മാർഗവും സ്വീകരിക്കാം. ബ്ലാക്ക് മാജിക്കലാണെങ്കിൽ അങ്ങനെ. മജീഷ്യൻ വന്നതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ വ്യക്തിക്ക് ബ്ലാക്ക് മാജിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ എനിക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എടുത്ത് ചാടി അവരെന്തും പ്രവർത്തിക്കും. അവരൊരു തരത്തിൽ ഈ ഒരു റിലേഷൻ വിട്ടുകൊടുക്കില്ല, ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്ക് സ്വന്തമായിട്ട് ഈ ഒരു ഇത് വേണം എന്ന് തന്നെ. പക്ഷേ ഇങ്ങനെയാണ് ഇവരുടെ ചെയ്തികൾ. പക്ഷേ ഇവർ ഇത്രയും ചെയ്തിട്ടും ഇവർക്ക് ഇവരുടെ കറണ്ട് സിറ്റുവേഷനായിട്ട് എനിക്ക് കാണുന്നത് എന്താണെന്നോ, വിജയിക്കാൻ സാധിക്കുന്നില്ല. ബ്ലോക്കേജായിട്ട് 6 ഓഫ് വാൻസ് വന്നതുകൊണ്ട്, അപ്പം ഹെർമിറ്റ് വന്നതുകൊണ്ട് ഏകാന്തമായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഞാനിതൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ചിന്തയും മനസ്സിനകത്തുണ്ട്. പക്ഷേ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അത്രയ്ക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇതാണ് ഉള്ളത്. 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉള്ളത്. അതുകൊണ്ട് അവർക്കിത് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ മനസ്സിതിനകത്ത് അടുത്ത് പോയി. അതുകൊണ്ട് തന്നെ അവർക്കിത് വേണം എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്, പ്രയത്നിക്കുന്നത്. അതുകൊണ്ടാണ് തെറ്റാണെന്നറിഞ്ഞിട്ടും അവരിത് വിട്ടുകൊടുക്കാതെ പ്രയത്നിക്കുന്നത്. അവർക്ക് ഈ ഒരു റിലേഷൻ അത്രയ്ക്ക് സ്നേഹമായിട്ട് കൊണ്ടുപോകണം, വേണം എന്നുള്ളൊരു ആഗ്രഹം, പൊസസീവ്നെസ് ഈ ഒരു റിലേഷനോടുള്ള, അതാണ് എനിക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ 2 കാർഡ്സ് വന്നിട്ടുണ്ട്. അതെ, അപ്പം അവർക്ക് ഈ ഒരു സ്നേഹം വേണം താനും. എന്നാൽ 2 മനസ്സും ഉണ്ട്. വേറെ ഓപ്ഷൻ അവർക്കുണ്ട്, അവരുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അവർ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു ഇതുമുണ്ട്. അവർക്ക് ഈ ഒരു റിലേഷനകത്ത് സ്ട്രോങ് ബോണ്ടിങ് അവർക്ക് ഇതിനകത്ത് വേണം, ഇതിനകത്ത് കുടുങ്ങി നിൽക്കുന്നു. പക്ഷേ അവർക്ക് ഈ ഒരു റിലേഷനകത്തുനിന്ന് വിട്ടുപിരിഞ്ഞ് പോകാനും കഴിയുന്നില്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ചെയ്യുന്നത് തെറ്റാണ്, ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ തെറ്റായതുകൊണ്ടായിരിക്കാം എനിക്ക് വിജയിക്കാൻ പറ്റാത്തത് എന്നിരുന്നിട്ട് അറിഞ്ഞിരുന്നിട്ടും ഇവരിതിനകത്ത് തന്നെ മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവർക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ റിലേഷൻഷിപ്പിനകത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇവരിതിൽ നിൽക്കുകയാണ്. അപ്പം ഇവർക്ക് ഇതിനകത്തുനിന്ന് വിട്ടു പോകണമെന്നും ആഗ്രഹമുണ്ട്. ഇത്രയൊക്കെ പ്രയത്നിച്ചിട്ടും ഇത് വിജയം കാണുന്നില്ല എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷനകത്തുനിന്ന് ഇവർ ഒരുപാട് വിഷമിച്ച് ഇങ്ങനെ സ്ട്രക്കായിട്ട് നിൽക്കുന്നുണ്ട്. എന്ത് തിരഞ്ഞെടുക്കണം ഉള്ള ഒരു ഓപ്ഷൻ അവർക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. ഒരു സൈഡിൽ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു വ്യക്തി, മറ്റു സൈഡിൽ അവർക്ക് വേറൊരു വഴി, അവരുടെ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് അവർക്ക് ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ അവർ ഇതിനകത്ത് സ്ട്രക്കായിട്ട് ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് വിഷമിക്കുന്നുമുണ്ട് എന്നുള്ളൊരു സാഹചര്യമാണ് ഈ ഒരു
തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇന്നത്തെ ഒരു സാഹചര്യമായിട്ട് എനിക്ക് കാണുന്നത് 5 ഓഫ് വാൺസ് ആണ് ലാസ്റ്റ് ബോട്ടമായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെന്ന്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഈ ഒരു റിലേഷനകത്ത് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവരവിടെ നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. അവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഏത് രീതിയിലും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത അവർ മാക്സിമം അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അത് വിട്ടുകൊടുക്കാത്ത രീതിയിൽ. അപ്പം ഇപ്പോൾ അവർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെന്ന് എനിക്ക് കറണ്ട് സിറ്റുവേഷനിൽ വന്നിരുന്നു, ഹെർമിറ്റിൽ വന്നിരുന്നു, വിജയിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന്. അതേപോലെ തന്നെ അവർ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ വ്യക്തിയുമായിട്ടായിരിക്കാം ഒറ്റപ്പെട്ട് ചുറ്റിലും പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം. പല രീതിയിലുള്ള വെല്ലുവിളികളിൽ കൂടിയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു സാഹസത്തിന് മുതിരുന്നത് എന്നുള്ളതാണ് എനിക്കിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് എനിക്കിതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സാഹചര്യമായിട്ട് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക സ്ട്രോങ് ആയിട്ട്. എന്തായാലും ഇവിടെ സത്യം ജയിക്കും. ആരൊക്കെ എന്തൊക്കെ അന്യായം, മജീഷ്യൻ പോലുള്ള കാർഡ്സ് പറയുന്നത് എന്തൊക്കെ നീതിയില്ലാത്ത പ്രവൃത്തി ചെയ്തിരുന്നാലും പക്ഷേ സത്യം മാത്രമേ എന്നും വിജയിക്കുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആരുടെ ഭാഗത്താണ് സത്യം അവർ ജയിക്കും എന്നുള്ളത് അത് യൂണിവേഴ്സിൻ്റെ നിയമമാണ്. അത് അല്പം വൈകിയിരുന്നാലും സത്യം തന്നെ വിജയിക്കും. എന്ത് ബ്ലാക്ക് മാജിക് ചെയ്താലും അതൊക്കെ താൽക്കാലികമാണ് അല്ലേ. കുറച്ച് നാളെ അതൊക്കെ നിലനിൽക്കത്തുള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പം അതിൻ്റെ കാലാവധി തീരുമ്പം ഈ ചെയ്തവർക്ക് തന്നെ ഉണ്ടല്ലോ ഈ ബ്ലാക്ക് മാജിക് തിരിച്ചടിക്കുന്ന ഒരു ഇതുണ്ട്. ചെയ്തവർ ഈ ബ്ലാക്ക് മാജിക് ചെയ്യുമ്പോൾ അവർ അന്നേരത്തേക്കുള്ള ഒരു സുഖം മാത്രം, സന്തോഷം, വിജയം മാത്രമേ കാണുന്നുള്ളൂ. അത് കഴിയുമ്പോൾ ഇത് ഒരു പന്ത് ചുമരിലടിക്കുമ്പോൾ അത് നേരെ എങ്ങനെയാണ് തിരിച്ചടിക്കുന്നത് അതുപോലെ തന്നെ ഇത് തിരിച്ചു വന്ന് അടിക്കും എന്നുള്ളൊരു മറ്റൊരു മറുവശം കൂടി ഈ ബ്ലാക്ക് മാജിക് എന്നുള്ളൊരു സാഹചര്യത്തിലും കള്ളം എന്നുള്ളൊരു സാഹചര്യത്തിനുമുണ്ട്. കർമ്മ എന്നൊരു സാഹചര്യമുണ്ട്. അപ്പം മറ്റൊരാളുടെ സന്തോഷം തകർത്തിട്ടാണ് ഒരു വ്യക്തി ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമായി പോകും എന്നുള്ളത് തന്നെയാണ് പ്രപഞ്ച സത്യം. ഓക്കെ, അപ്പം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രാർത്ഥന മാത്രം മതി. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ പ്രയത്നം അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളട്ടെ. അത് അവരുടെ കർമ്മയായിട്ട് അവർക്ക് തന്നെ തിരിച്ച് കിട്ടും എന്നുള്ളൊരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെയാണ് ബോട്ടമായിട്ട് എനിക്കിപ്പോൾ ഈ 5 ഓഫ് വാൺസ് വന്നത്. പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർ പ്രശ്നങ്ങൾ എന്ത് ചെയ്തിട്ടും വളഞ്ഞു വെച്ച് പ്രശ്നങ്ങളാണ് എന്നുള്ളൊരു രീതി ഇവിടെ യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യം എപ്പോഴും ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക്